യൂട്യൂബർ സൂരജ് പാലാക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സൂരജ് പാലാക്കാരൻ്റെ പാലാരിവട്ടത്തുള്ള ഓഫീസ് റെയ്ഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ സൂരജ് പാലാക്കാരൻ്റെ യൂട്യൂബിൽ വന്ന ചില വാർത്തകളെപ്പറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിരന്തരമായി വരുന്ന ചില വ്യാജ വാർത്തകളെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നത്. കേരളത്തിന് പുറത്തുമൊക്കെ നിരവധി ശാഖകളുള്ള ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയും അതിൻ്റെ ചെയർമാനായ ആർ പ്രേംകുമാറിനെതിരെയും സൂരജ് പാലാക്കാരൻ ഒന്നിൽ കൂടുതൽ തവണ വ്യാജ വാർത്തകൾ തൻ്റെ നവമാധ്യമ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ഈ വിഷയത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ ആർ പ്രേംകുമാർ പറഞ്ഞിരുന്നതുമാണ്. അദ്ദേഹം നിയമ നടപടി സ്വീകരിച്ച വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇപ്പോൾ സൂരജ് പാലാക്കാരൻ പോലീസ് പിടിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ റെയ്ഡും നടന്നു കഴിഞ്ഞിരിക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചുന്ന തരത്തിലേക്കുള്ള കേസുകളിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഇതിനു മുമ്പും അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകൾക്കും അയാൾ മുൻകൂർ ജാമ്യം സ്വീകരിച്ചിരുന്നതാണ്. ഇത് പുതുതായി വന്ന ഏതോ കേസിൻ്റെ പുറത്താണ് അദ്ദേഹത്തിനെതിരെ ഈ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മറ്റു ചില വാർത്തകൾ വരുന്നത്. റെയ്ഡ് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ സൂരജ് പാലാക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസം പ്രമുഖ വ്യവസായിയായ ആർ പ്രേംകുമാറിനെതിരെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയും അദ്ദേഹം സംപ്രേഷണം ചെയ്ത വ്യാജ വാർത്ത ഇങ്ങനെയായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന റെയ്ഡിൽ, കള്ളപ്പണ ആരോപണവുമായി ബന്ധപ്പെട്ട റെയ്ഡിൽ ആർ പ്രേംകുമാർ കള്ളപ്പണം അവിടെ എത്തിച്ചു എന്നുള്ള വ്യാജ വാർത്ത, ചില വ്യാജ വീഡിയോകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് ആ പ്രദേശത്തോ പാലക്കാട്ടോ ഇല്ലാതിരുന്ന ചെയർമാനെതിരെ മോശമായ രീതിയിലുള്ള ഒരു വ്യാജ വാർത്ത, അല്ലെങ്കിൽ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടോ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ സംപ്രേഷണം ചെയ്ത ഒരു വ്യാജ വാർത്തയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടിയുമായി മുൻപോട്ട് പോവുകയായിരുന്നു ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ ആർ പ്രേംകുമാർ. ഇപ്പോൾ ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ പക്കലായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നത്. അതേ സ്റ്റേഷനിൽ തന്നെ സൂരജ് പാലാക്കാരനെതിരെ ഇതിനു മുമ്പും നിരവധി കേസുകൾ, അത് ദളിതരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കേസ്, അതുപോലെ തന്നെ സ്ത്രീകളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കേസ്, ഇത്തരത്തിലുള്ള മറ്റുള്ള വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ മുഖച്ഛായ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന വ്യാജ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകൾ, അങ്ങനെ നിരവധി കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാവുകയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതിരുന്നതിന് പുറത്തുകൂടിയാണ് ഇപ്പോൾ ഈ റെയ്ഡും അറസ്റ്റും നടന്നിരിക്കുന്നത്. സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് സാമ്പത്തികപരമായ എല്ലാ സഹായവും ചെയ്യുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്തും ശാഖകളുള്ള ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ ആർ പ്രേംകുമാറിന് അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തേണ്ട ആവശ്യകത ഇല്ല. കാരണം നിരവധി പേർക്ക്, ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിലവസരം നൽകി നിരവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. എന്തായാലും നിലവിലത്തെ ഈ കേസിൽ ഇനി ഇത്തരത്തിലൊരു വ്യവസായിക്കോ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു പൗരനോ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വക്കീൽ നോട്ടീസിൽ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. 5 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. മാധ്യമ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ഭീമാകാരമായ തുക നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുന്നത് വളരെ വിരളമായ ഒരു കാര്യമാണ്. ഹൈക്കോടതി വക്കീലായ അഡ്വക്കേറ്റ് രവി കൃഷ്ണയായിരുന്നു ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ പ്രേംകുമാറിന് വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചത്. ഇപ്പോൾ ആ വക്കീൽ നോട്ടീസിന് കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികൾ നടന്നിട്ടുണ്ട്. സൂരജ് പാലാക്കാരൻ എന്ന യൂട്യൂബർ ഇനി ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെതിരെയോ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനത്തിനെതിരെയോ നൽകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഇത്തരത്തിലുള്ള നിയമ നടപടികൾ അത് സമൂഹത്തിന് മാതൃകയാണ്. ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എടുത്ത ഈ ചുവടുവെപ്പ് ഇത്തരത്തിൽ സത്യസന്ധമായ വ്യവസായം നടത്തുന്നവർക്ക് ഒരു ഊർജം കൂടിയാണ്. എന്തായാലും ഇനി സൂരജ് പാലാക്കാരൻ തൻ്റെ ട്രൂ TV എന്ന യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ നൽകില്ല എന്ന് പ്രതീക്ഷിക്കാം.